പത്മ പുരസ്കാരത്തെ അധിക്ഷേപിച്ച് സംസാരിച്ച 126ഓളം ക്രിമിനൽ കേസ് പ്രതിയായ ഒരു വ്യക്തിക്ക് ഇത്തരത്തിലുള്ള പത്മ പുരസ്കാരം നൽകുന്നത് തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള കത്താണ് ഞാൻ രാഷ്ട്രപതിക്ക് കൊടുത്തിരുന്നത്. പക്ഷേ കേന്ദ്ര സർക്കാരിലെത്തുമ്പോൾ ഇതിനകത്തൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ ഉള്ളതുകൊണ്ട് എന്ത് തീരുമാനം ഉണ്ടാവും എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വലിയ പ്രതീക്ഷയില്ല. പത്മശ്രീ പുരസ്കാരം സുന്ദർ സി മേനോൻ നൽകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പുറത്ത് കേസുകളും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നതല്ല. വ്യക്തമായ 126 കേസുകളും അതോടൊപ്പം തന്നെ ഒരു കൊലക്കേസിലും പ്രതിയാണെന്ന് കണ്ടെത്തിയവരാണ്. പക്ഷേ ഇന്ന് അച്യുതാനന്ദനൊക്കെ പോയതോടുകൂടി ആദർശം നഷ്ടപ്പെട്ട് ആദർശം പിണറായിസമായി മാറിയിരിക്കുകയാണ്. നമസ്കാരം. വെള്ളാപ്പള്ളി നടേശന് കേന്ദ്ര സർക്കാർ നൽകാനൊരുങ്ങുന്ന പത്മഭൂഷൺ പുരസ്കാരം പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രാഷ്ട്രപതിക്ക് ശ്രീ ശശികുമാർ ഒരു പരാതി നൽകിയിരുന്നു. ആ പരാതി ഇപ്പോൾ രാഷ്ട്രപതി ആഭ്യന്തരമന്ത്രിക്ക് കൈമാറിയിരിക്കുകയാണ്. എന്തായാലും കൂടുതൽ നടപടികളിലേക്ക് നീങ്ങുമോ? അതായത് വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ കൊടുക്കുന്നത് അത് പിൻവലിക്കുമോ എന്നുള്ള ചോദ്യമാണ് ഇനി ഉയർന്നു വരുന്നത്. ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ പരാതിക്കാരനായ ശ്രീ RS ശശികുമാർ തന്നെ ഇപ്പോൾ മറുനാടിനോട് പ്രതികരിക്കുകയാണ്. പത്മ പുരസ്കാരത്തെ അധിക്ഷേപിച്ച് സംസാരിച്ച 126ഓളം ക്രിമിനൽ കേസ് പ്രതിയായ ഒരു വ്യക്തിക്ക് ഇത്തരത്തിലുള്ള പത്മ പുരസ്കാരം നൽകുന്നത് തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള കത്താണ് ഞാൻ രാഷ്ട്രപതിക്ക് കൊടുത്തിരുന്നത്. രാഷ്ട്രപതി അത് കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് കൈമാറിയതായി അറിയിച്ചുകൊണ്ടുള്ള സന്ദേശം എനിക്ക് ഇന്നലെ ലഭിച്ചായിരുന്നു. തീർച്ചയായിട്ടും അതിൻ്റെ ഗൗരവം രാഷ്ട്രപതി ഭവൻ ഉൾക്കൊണ്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ കേന്ദ്ര സർക്കാരിലെത്തുമ്പോൾ ഇതിനകത്തൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ ഉള്ളതുകൊണ്ട് എന്ത് തീരുമാനം ഉണ്ടാവും എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വലിയ പ്രതീക്ഷയില്ല. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ പോലും അറിവ് കൂടാതെയാണ് കേന്ദ്ര സർക്കാർ നേരിട്ട് വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ നൽകാൻ തീരുമാനിച്ചത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ നമ്മുടെ സംസ്ഥാനത്തെ BJPയുടെ സമ്മർദ്ദമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ സമ്മർദ്ദത്തിന് വഴങ്ങി കേന്ദ്ര സർക്കാർ എടുത്ത തീരുമാനം പുനഃപരിശോധിക്കാനുള്ള സാധ്യത കുറവാണ്. എങ്കിലും ഇതിനു വേണ്ടിയുള്ള നടപടികളുമായിട്ട് വീണ്ടും മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിച്ചത്. കാരണം ഈ വെള്ളാപ്പള്ളി നടേശന് കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ ഒരു പുരസ്കാരം നൽകി എന്നുള്ളത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതിന് മുൻകാലങ്ങളിലും അപ്പോൾ കേന്ദ്ര സർക്കാരുകൾ അവർക്ക് താല്പര്യമുള്ളവർക്ക് കൊടുത്തതായിട്ടുള്ള ആക്ഷേപമുണ്ട്. വളരെ സാമ്പത്തികമായിട്ട് മുന്നോക്കം നിൽക്കുന്ന വിദേശ വ്യവസായികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഈ പത്മ പുരസ്കാരം നൽകിയിട്ടുണ്ട്. പക്ഷേ അവരാരും ക്രിമിനലാണെന്നോ അറിഞ്ഞിട്ടില്ല. പക്ഷേ അതിനിടയ്ക്ക് 2016 തൃശ്ശൂർ പൂരം നടത്തുന്നതിൽ മുൻകൈയെടുത്ത് നിൽക്കുന്ന പ്രമുഖരായിട്ടുള്ള തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ പ്രസിഡൻറ്റ് സുന്ദർ സി മേനോൻ, അദ്ദേഹം ഗൾഫിലെ ഒരു വലിയ വ്യവസായിയാണ്. അതേ തിരുവമ്പാടിയുടെ പ്രസിഡൻ്റാണ്. അപ്പോൾ തൃശ്ശൂർ മേഖലയിൽ BJPക്ക് സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സുന്ദർ സി മേനോന് പത്മശ്രീ പുരസ്കാരം 2016 നൽകിയിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം അപ്പോൾ കേസുകളിലൊന്നും പ്രതിയല്ല. പക്ഷേ 2024 മൈക്രോ കേസിന് സമാനമായി അദ്ദേഹത്തിൻ്റെ ധനകാര്യ സ്ഥാപനം 7.7 കോടി രൂപ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത് കബളിപ്പിച്ചു എന്നുള്ളൊരു കേസിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ അദ്ദേഹത്തെ കേസെടുത്ത് റിമാൻഡ് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്വഭാവത്തിലുള്ള ഒരാളിനും മുൻകാലങ്ങളിൽ പത്മശ്രീ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു വ്യത്യാസം നമ്മുടെ വെള്ളാപ്പള്ളിയുമായിട്ട് വ്യത്യാസമുള്ളത്, പത്മശ്രീ പുരസ്കാരം സുന്ദർ സി മേനോൻ നൽകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പുറത്ത് കേസുകളും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നതല്ല. വ്യക്തമായ 126 കേസുകളും അതോടൊപ്പം തന്നെ ഒരു കൊലക്കേസിലും പ്രതിയാണെന്ന് കണ്ടെത്തിയവരാണ് ഇത്തരത്തിലുള്ള പത്മ പുരസ്കാരം നൽകുന്നത് നടാടെയാണ്. ഈ കാര്യമാണ് ഞാൻ രാഷ്ട്രപതിക്ക് കൊടുത്ത കത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ CPM തന്നെ അവരുടെ നിലപാട് മാറ്റിയെന്നുള്ളതാണ്. അച്യുതാനന്ദൻ്റെ കാലഘട്ടത്തിൽ അച്യുതാനന്ദനാണ് മൈക്രോ ഫൈനാൻസ് കേസ് പൊതുജനങ്ങളുടെ കൊണ്ടുവന്നത്. ഈ കേസിൽ അന്ന് നമ്മുടെ CPMനും ഒരു ആദർശമുണ്ടായിരുന്നിരിക്കാം.
പക്ഷേ ഇന്ന് അച്യുതാനന്ദനൊക്കെ പോയതോടുകൂടി ആദർശം നഷ്ടപ്പെട്ട് ആദർശം പിണറായിസമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ ക്രമക്കേട് കാണിച്ച ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടുള്ള ഒരാളിന് സംസ്ഥാന സർക്കാർ അറിയാതെയാണ് കേന്ദ്ര സർക്കാർ നേരിട്ട് പത്മപുരസ്കാരം നൽകിയെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇദ്ദേഹം ക്രിമിനൽ കേസിൽ പ്രതിയാണെന്നും ഇദ്ദേഹത്തിന് കൊടുത്ത തെറ്റാണെന്നും അറിയിക്കേണ്ട ഒരു ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ടായിരുന്നു. പക്ഷേ സംസ്ഥാന സർക്കാർ അത് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സംസ്ഥാന സർക്കാരിൻ്റെ മൗനാനുഭവത്തോടു കൂടിയാണ് കേന്ദ്ര സർക്കാർ ഈ ക്രിമിനൽ കേസ് പ്രതിയായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശന് പത്മ പുരസ്കാരം നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം 9 വർഷത്തിന് മുമ്പ് 2016 സംസ്ഥാന സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് ക്രിമിനൽ കേസിൽ ഇദ്ദേഹം പ്രതിയാണ്, ഇദ്ദേഹത്തിൻ്റെ പുറത്ത് കേസെടുക്കാൻ തീരുമാനിച്ചത്. 126 കേസിൽ 21 കേസിൽ ഈ 9 വർഷത്തിനകം 21 കേസിലാണ് കുറ്റപത്രം തയ്യാറാക്കിയിട്ടുള്ളത്. ബാക്കി കേസുകൾ കുറ്റപത്രം തയ്യാറാക്കിയിട്ടില്ല. കാരണം ഇത് 15 കോടി രൂപയുടെ ക്രമക്കേടാണ്. പാവപ്പെട്ടവർക്ക് ലഭിക്കേണ്ട മൈക്രോ ഫൈനാൻസിലൂടെ ലഭിക്കേണ്ട വായ്പ തുകയാണ് 15 കോടി രൂപ വെട്ടിച്ചതായിട്ടാണ് കണക്ക്. അപ്പോൾ ഇത് വ്യക്തമായ കണക്കാണ്. ഇത് വിചാരണ നടത്തി കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ ശിക്ഷിക്കപ്പെടുമെന്നുള്ള ആരും സംശയമില്ല. അപ്പോഴേക്കും അദ്ദേഹത്തിനെ കേസ് ചാർജ് ചെയ്യാതെ ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് 2016 അച്യുതാനന്ദൻ നൽകിയ കേസ് ഇന്ന് 2026 ചാർജ് ചെയ്യാതിരിക്കുന്നത്. അതിൻ്റെ വ്യക്തമായൊരു തെളിവ് കൈരളി ചാനൽ തന്നെ എക്സ്ക്ലൂസീവായി പുറത്തുവിട്ട ശബ്ദരേഖയുണ്ട്. ആ ശബ്ദരേഖ പരിശോധിക്കുക. മൈക്രോ ഫിനാൻസ് വായ്പാ തട്ടിപ്പിൽ വെള്ളാപ്പള്ളി നടേശനെ 1-ാം പ്രതിയാക്കി വിജിലൻസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. യോഗം പ്രസിഡന്റ് MN സോമൻ അടക്കം ആകെ 5 പ്രതികളാണ് വിജിലൻസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിലുള്ളത്. 9 വർഷത്തിന് ശേഷം CPM അവരുടെ ആദർശ നിലപാടിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ്. ആ വ്യക്തിയെ തന്നെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വാഹനത്തിൽ കയറ്റിക്കൊണ്ട് പോകുന്നത് നാം സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് വരുന്നതിന് തൊട്ടു മുമ്പ് ഇത്തരത്തിലുള്ള ഒത്തിരി പ്രതിഭകളെ മുഖ്യമന്ത്രി തൻ്റെ വാഹനത്തിൽ കയറ്റിക്കൊണ്ട് പോകുന്നത് കാണാൻ ഇടയാകും.